Wtsapp guys, Revokerz നാസിമാണ്. സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ചിപ്സെറ്റുമായിട്ട് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ എന്നുള്ള പേര് ഇനി റിയൽമിക്ക് സ്വന്തമാണ്. റിയൽമി GT7 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നവംബർ 26-ാം തീയതി ഒഫീഷ്യൽ ആയിട്ട് ഒരു വലിയ ലോഞ്ചോട് കൂടി തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആകാൻ പോവുകയാണ്. ഈ ഒരു മൊബൈൽ ഫോണിന് ഒട്ടനവധി സവിശേഷതകളാണ് റിയൽമി അവകാശപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ്, അതേപോലെ തന്നെ പെർഫോമൻസ്. രണ്ടാമതായിട്ട് റിയൽമി അവകാശപ്പെടുന്നത് ബാറ്ററി ബാക്കപ്പ്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് തന്നെ വരുമെന്നാണ് റിയൽമി അവകാശപ്പെടുന്നത്. റിയൽമി GT7 Pro എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി എന്തൊക്കെയാണ് റിയൽമി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ മുഴുവനായിട്ട് തന്നെ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഒരു എൻഗേജ്മെന്റ് നമ്മുടെ വീഡിയോയിൽ കിട്ടുന്നതായിരിക്കും. ആദ്യം വൈകിപ്പിക്കേണ്ട. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. റിയൽമി GT7 Pro എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ആദ്യത്തെ രണ്ട് സവിശേഷത ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിലേക്ക് കോൾകോം സ്നാപ്ഡ്രാഗണിന്റെ 8 Elite ചിപ്സെറ്റുമായിട്ട് വരുന്ന ആദ്യത്തെ മൊബൈൽ ഫോണാണ് റിയൽമി GT7 Pro എന്ന് പറയുന്നത്. മറ്റ് സ്പെസിഫിക്കേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡിസ്പ്ലേ പരിശോധിച്ചു കഴിഞ്ഞാൽ 6.78 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.5K 8T LPTO സാംസങ് ഇക്കോ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 15-ലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് എന്ന് പറയുന്നു. പക്ഷേങ്കിൽ ആൻഡ്രോയിഡ് 14-ലായിരിക്കും ലോഞ്ച് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞുള്ള അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 15-നോട് കൂടി വരാനാണ് സാധ്യത. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഇപ്പോൾ ബീറ്റ ടെസ്റ്റ് ആൻഡ്രോയിഡ് 15 നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൽ ആൻഡ്രോയിഡ് 15 വരുമെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ഒരു അപ്ഡേഷനോട് കൂടി ആൻഡ്രോയിഡ് 15 വരാൻ സാധ്യതയുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് മൊബൈൽ ഫോണിൽ വരുന്നത്. മെയിൻ ക്യാമറ 50 മെഗാപിക്സൽ ആണ്. ഈ ഒരു മെയിൻ ക്യാമറയുടെ സെൻസർ നൽകിയിരിക്കുന്ന സോണിയാണ്. സോണി IMX906 OIS സപ്പോർട്ടുള്ള ഒരു ക്യാമറയാണ് മെയിൻ ക്യാമറയായിട്ട് വരുന്നത്. അതേപോലെ തന്നെ 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലെ മൂന്നാമത്തെ ക്യാമറയായിട്ട് വരുന്നതും 50 മെഗാപിക്സലിന്റെ ഒരു ക്യാമറ തന്നെയാണ്. 50 മെഗാപിക്സലിന്റെ 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള ഒരു ലെൻസ് ആണ് തേർഡ് ക്യാമറയായിട്ട് വരുന്നത്. ഏതായാലും അൾട്രാ വൈഡ് ലെൻസ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് എന്താണെന്ന് ഞാൻ അവസാനം പറയാം. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കുറച്ചുകൂടി കൊടുത്തിരുന്നെങ്കിൽ ബെറ്റർ ആണെന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. 16 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 4K 60 FPS-ലും 30 FPS-ലും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് പറ്റുന്നുണ്ട്. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു ഇതിന്റെ സവിശേഷതകളിൽ ബാറ്ററിയെ കുറിച്ച് ബൂസ്റ്റ് ആക്കി കാണിക്കുന്നുണ്ടെന്ന്. 6500 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ റിയൽമി നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. 45 മിനിറ്റ് കൊണ്ട് 100%ലേക്ക് ഈ ഒരു 6500 mAh ബാറ്ററി കപ്പാസിറ്റി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അഡ്വർടൈസ്മെന്റിലൂടെ റിയൽമി അവകാശപ്പെടുന്നുണ്ട്. ഡിസൈൻ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാൻസി നമ്പറാണ് വരുന്നത്. 222 ഗ്രാം മാത്രമാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് ആയിട്ട് റിയൽമി പറയുന്നത്. ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഗുഡിക് അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഇത് കൂടാതെ NFC സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. IP68+69 വാട്ടർ പ്രൂഫ് റേറ്റിംഗ് വരുന്നുണ്ട്. കോറിംഗ് ഗറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ഇതേപോലെ നിരവധി ഓപ്ഷൻസുമായിട്ടാണ് റിയൽമി GT7 Pro നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏകദേശ വില എന്ന് പറയുന്നത് 42,655 ആകുമെന്ന് പറയുന്നു. പക്ഷേങ്കിൽ നോർമലി സ്നാപ്ഡ്രാഗണിന്റെ 8 Elite ചിപ്സെറ്റ് വന്നു കഴിയുമ്പോൾ ഒരു 50,000 രൂപയ്ക്ക് മുകളിൽ വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നത്. ഈ ഒരു വിലയ്ക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വർത്താണോ ഇല്ലയോ എന്ന് എടുക്കുന്ന നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഈ ഒരു വിലയ്ക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വർത്താണോ ഇല്ലയോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. ഏതായാലും റിയൽമി GT7 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ സവിശേഷതകൾ ഇതൊക്കെയാണ്. ഈ ഒരു മൊബൈൽ ഫോൺ ലോഞ്ച് ആകാൻ വേണ്ടി നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. നവംബർ 26-ാം തീയതിയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ച് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിംഗും റിവ്യൂ നമുക്ക് അത് വന്നതിന് ശേഷം നോക്കാം. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതിയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. മറ്റു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.